വർക്കല ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് കുടുംബ ആരോഗ്യ കേന്ദ്രം വികസനത്തെക്കുറിച്ച് ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പർ സുനിൽ GS ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ സൗമ്യ മേഡവും സ്ട്രേറ്റ് ഫോർവേഡിനോട്. വർക്കല ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം വികസനങ്ങളെക്കുറിച്ച് ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പറും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ സുനിൽ GS പനയറ. ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം ആർദ്രം പദ്ധതിയിൽ കേരളത്തിലെ 1-ാമത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായി കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ അധ്യക്ഷതയിലാണ് അന്ന് ആർദ്രം പദ്ധതി കേരളത്തിൽ ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് ചെമ്മരുതിയിലാണ്. ഓരോ ദിവസം കഴിയുന്തോറും കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടാണ് വരുന്നത്. ഇവിടെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തന്നെ ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വനിതകൾക്കായ ഉള്ള ഒരു ഫിറ്റ്നസ് കേന്ദ്രം നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 4 ഡോക്ടർമാരുടെ സേവനങ്ങൾ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. രാവിലെ 8:30 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പൂർണ്ണമായിട്ടും ഡോക്ടർമാരുടെ സേവനം കിട്ടുന്ന രീതിയിലാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആരോഗ്യവകുപ്പിൽ നിന്നും ബഹുമാനപ്പെട്ട കേരള സർക്കാരിൽ നിന്നും ആവശ്യമായ സഹായങ്ങളെല്ലാം ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി കിട്ടുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ വർക്കലയുടെ പ്രിയങ്കരനായ MLA ശ്രീ അഡ്വക്കേറ്റ് V. ജോയി എല്ലാ കാര്യത്തിനും ഇടപെട്ടുകൊണ്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ സജീവമായ ഇടപെടലുണ്ട്. ആ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ നിലനിൽക്കുന്ന ഈ പഴയ കെട്ടിടം പൊളിച്ചുകൊണ്ട് പുതിയ ഒരു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പ്രാരംഭ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫയലിംഗ് അടക്കമുള്ള ജോലികൾ പൂർത്തിയായി കഴിഞ്ഞു. ബാക്കി അതനുസരിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമായി മാറ്റുന്നതിന് വേണ്ടി കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഇടപെടലുകളും ഈ ആശുപത്രിക്ക് കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ പാലിയേറ്റീവ് കെയറിലായിട്ട് വീടുകളിൽ അടക്കം കിടക്കുന്ന രോഗികളെ വീട്ടിൽ പോയി ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി പാലിയേറ്റീവ് കെയർ ഒരു നഴ്സിൻ്റെ സേവനം ഉണ്ട്. ആംബുലൻസിൻ്റെ സേവനം അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുതിർന്നവർക്ക് വേണ്ടി ജീവിതശൈലി രോഗങ്ങൾ നേരിടുന്നവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം മെഡിസിൻ കൊടുക്കുന്ന തരത്തിലേക്ക്, മാസത്തിലൊരിക്കൽ മെഡിസിൻ കൊടുക്കുന്ന തരത്തിലേക്ക് കൃത്യമായി പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ മെഡിസിൻ എല്ലാം ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്നായി ചെമ്മരുതിയിലെ കുടുംബാരോഗ്യ കേന്ദ്രം മാറി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. 500-ൽ കുറയാത്ത OP ആണ് ദിനംപ്രതി നമ്മുടെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്നത്. പഞ്ചായത്തിന് പുറത്തുനിന്ന് തന്നെ പല ഭാഗത്തു നിന്നും സ്ഥിരമായി ഇവിടെ എത്തുന്ന ഒട്ടനവധി ആൾക്കാർ ഇവിടെ ചികിത്സ തേടി എത്തുന്നുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളും ഇവിടുത്തെ ഓരോ ജീവനക്കാരും നൽകുന്ന പ്രവർത്തനങ്ങളും ഒപ്പം ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പ്ലാൻ ഫണ്ടിൽ നിന്ന് തന്നെ പ്രത്യേക തുക വിനിയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യുന്നത്. പൂർണ്ണമായി ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടു കൂടിയാണ് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MLA കേരള സർക്കാരിൻ്റെ അടക്കം എല്ലാവിധ സഹായങ്ങളും ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കിട്ടുന്നുണ്ട്. ചെമ്മരുതി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൗമ്യ മേഡം സ്ട്രേറ്റ് ഫോർവേഡിനോട്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സൗമ്യ US. ഞാൻ ചെമ്മരുതിയിൽ വന്നിട്ട് 2 വർഷത്തോളമായി. ചെമ്മരുതി കുടുംബാരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 2017 കായൽപ്പ അവാർഡ് കിട്ടിയ സ്ഥാപനമാണ്. പിന്നെ ആദ്യത്തെ FHC ആണ് ആർദ്രം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ചെമ്മരുതി കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ്. ഏറ്റവും കൂടുതൽ രോഗികൾ വന്നു പോകുന്നത് ഈ ഒരു ബ്ലോക്കിൽ ചെമ്മരുതിയിൽ തന്നെയാണ്.
ഇപ്പോൾ രാവിലെ നമുക്ക് ഡോക്ടർമാരുടെ സേവനത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സ്ഥിര സേവനമുള്ള PSC ഡോക്ടർമാരും ഒരു NHM ഡോക്ടറും പിന്നെ ഒരു LHCD അപ്പോയിൻമെൻറ്റ് ചെയ്ത ഒരു ഡോക്ടറുമാണ് ഉള്ളത്. OP നമുക്ക് രാവിലെ 9 മണി തൊട്ട് 6 മണി വരെയാണ്. 2 ഷിഫ്റ്റ് അനുസരിച്ചാണ് നമുക്ക് OP ഉള്ളത്. ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു 350-360ഓളം ശരാശരി OP ദിവസം വന്നു പോകുന്ന ആശുപത്രിയാണ്. പിന്നെ ഇവിടെ ഓരോ ദിവസങ്ങളിലും പ്രത്യേകതരം ക്ലിനിക്കുകൾ നടത്തുന്നതാണ്. പാലിയേറ്റീവിൻ്റെ OP ഉണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. പിന്നെ അതിനകത്ത് ആഴ്ച 2 ദിവസം പാലിയേറ്റീവ് രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നതാണ്. പിന്നെ മാനസികാരോഗ്യത്തിൻ്റെ മരുന്ന് കൊടുക്കുന്നതും ചെമ്മരുതിയിലുണ്ട്. ശ്വാസ് പദ്ധതി എന്ന് പറഞ്ഞ് ശ്വാസമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ടി ശ്വാസ് പദ്ധതിയുമുണ്ട്. അപ്പോൾ അതും ഒരു ദിവസം വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്വാസ് പദ്ധതിയിലുള്ളവർക്ക് മരുന്ന് കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനവും ഇവിടെ ലഭ്യമാണ്. പിന്നെ പാലിയേറ്റീവ് ഹോം കെയർ ടീം നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അത് മാസം 20 ദിവസം ഹോം കെയർ ടീം നമ്മുടെ പാലിയേറ്റീവ് കിടപ്പ് രോഗികളുടെ വീട്ടിൽ ഭവന സന്ദർശനം നടത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ ഫാർമസിസ്റ്റ് നമുക്കിവിടെ 2 ഫാർമസിസ്റ്റാണ് ഉള്ളത്. 30ഓളം സ്റ്റാഫ് PSC അപ്പോയിൻമെൻറ്റ് സ്റ്റാഫുണ്ട്. പിന്നെ നേരത്തെ എൻക്വാസ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടിയതായിരുന്നു. അപ്പോൾ ഇനി അത് വീണ്ടും ഒന്നുകൂടെ അതിന് പോകാൻ വേണ്ടിയിട്ട് ചെമ്മരുതി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കായൽപ്പയ്ക്കും ഈ വർഷത്തത് ഇനി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെമ്മരുതി ഈ നമ്മുടെ ഈ സമീപത്തെ ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ OP നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മെഡിസിൻ്റെ ലഭ്യതയും ചെമ്മരുതിയിൽ നമ്മൾ സ്ഥിരമായ മെഡിസിൻ്റെ ലഭ്യതയും നമ്മൾ മുടങ്ങാതെ തന്നെ നമുക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടെ ലോക്കൽ ഫണ്ട് വെച്ച് മെഡിസിൻ്റെ ലഭ്യതയും സ്ഥിരമായി കിട്ടാറുള്ളതാണ്. ചെമ്മരുതി പനേറയിൽ നിന്നും സ്ട്രേറ്റ് ഫോർവേഡ്.